ഹലോ. ഞാൻ ഇവിടെ ഉണ്ടേ. ആയിക്കോട്ടെ. ശരി. അജ്മലേ. എവിടുന്ന് തന്നെ? ഞാനങ്ങനെ പോയി വരാം. നിങ്ങൾ ഇവിടെ ഉള്ളതാ? ഞാൻ വെള്ളാണ്. ഈ എത്തിങ്ങാനിന്റെ പിരിവിനൊക്കെ പോണ മനാഫറിന് ആളെ അറിയോ? മനാഫോ? എന്താ പ്രശ്നം? എന്താ കാര്യം? ഒരു കാര്യം ഉണ്ടായിരുന്നു, നേരിട്ട് പറയേണ്ട അത്യാവശ്യമുള്ള ഒരു കാര്യമായിരുന്നു. എന്താണ് പ്രശ്നം? കാര്യങ്ങൾ എന്താ പറഞ്ഞോളൂ ഇങ്ങോട്ട്. നമുക്ക് അറിയാതെ ഒരാൾ എന്താ പ്രശ്നം എന്ന് അറിയാതെ നമ്മൾ ഒരാളെ വീട്ടിൽ കണ്ട് കാണിച്ചു കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. എന്താ പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞോളി. നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റൂലെങ്കിൽ പറയണ്ട, ഞാൻ വേറെ ആരോട് ചോദിച്ചോണ്ട് കേട്ടോ. കാക്ക പോലെ കാക്ക. പിന്നെ അയാളൊരു പാവാണ്. എല്ലാവരും വന്നാണ്ട് അയാളെ മെക്കെട്ട് കയറുന്ന പണിയാണ്. അതുകൊണ്ട് ഞാൻ വയ്യ പറഞ്ഞുതരാൻ കുറച്ച് മടിച്ചത്. നിങ്ങൾ പറഞ്ഞത് ശരിയാ, ഞാനും മൂപ്പരും ഏതെങ്കിലും മെക്കിട്ടൊന്ന് കയറി. അപ്പൊ അത് കണ്ട് പറഞ്ഞ ക്ഷമ പറയണം, അതിന് വേണ്ടിയിട്ട് വന്നതാ. എന്നാണ്ട് വരികാക്ക, ഞാൻ കാണിച്ചു തരാം വീട്. എന്റെ പോരി. അല്ല കാക്ക, എന്താ പ്രശ്നം? മൂപ്പർ അങ്ങനത്തെ ഇതിനൊന്നും പോകാത്തൊരാളാണല്ലോ. എന്താ മൂപ്പര് പ്രശ്നം? എന്താ നിങ്ങളായിട്ട് തമ്മിൽ എന്താ പ്രശ്നം ഒന്ന് പറഞ്ഞുതരാൻ പറ്റും? പറയണ്ട മോനെ, ഞാനേ ഒരു KSRTC ബസ്സിലെ കണ്ടക്ടറേയും ഒരു ദിവസം മൂപ്പര് എൻ്റെ ബസ്സിൽ യാത്രക്കാരനായി കയറി രാത്രി. അതിൽ മൂപ്പർക്ക് കുറച്ച് ബാലൻസ് കൊടുക്കാണ്ടായിരുന്നു. മൂപ്പര് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് ഇങ്ങനെ പിന്നെയും ഇങ്ങനെ ചോദിച്ച്. അപ്പം മൂപ്പര് ഇറങ്ങാൻ നേരത്തെ പിന്നെയും ചോദിച്ചു. എനിക്കൊരു ദേഷ്യം പിടിച്ച്. ഞാനാണെങ്കിൽ അപ്പോഴത്തെ ദേഷ്യത്തിൽ മൂപ്പർക്ക് ബാലൻസ് കൊടുക്കാതെ മൂപ്പരെ വയ്യിൽ ഇറക്കി വിട്ടും ചെയ്തു. ആള് ഇങ്ങനെ ഇല്ലേ? ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട് ആ വിഷയം. മൂപ്പര് ഇറക്കിയിട്ടതിന് ശേഷം മൂപ്പര് എന്ത് ചെയ്തു? മൂപ്പര് ഓഫീസിൽ പോയി പരാതി കൊടുത്തപ്പോൾ എൻ്റെ പണി പോയി. അപ്പം എൻ്റെ ചുരുക്കം പറഞ്ഞപ്പോൾ എനിക്ക് പണിയില്ല. മൂപ്പര് ആ പരാതി പിൻവലിച്ചാലും എനിക്ക് പണി കയറാൻ പറ്റുള്ളൂ. അതിന് വേണ്ടി ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ വന്നത്. അപ്പോൾ ഒറ്റ കഷ്ടത്തിലാണ്. അപ്പോൾ മൂപ്പരെ കണ്ട് മാപ്പ് പറഞ്ഞിട്ട് വേണം, ആ പരാതി പിൻവലിച്ചിട്ട് വേണം എനിക്ക് എന്ത് ചെയ്യണം, ജോലി കയറണം. എന്നാ വരി, ഞാൻ കാണിച്ചു തരാം വീട്. ഞാൻ കാണിച്ചു തരാം. വരി കയറി. എന്ത് കാക്ക ഇവിടെ? കാക്ക ഒന്ന് വിളിച്ചു, ഒരാളെ കാണാൻ വന്നാ. പുറത്ത് രണ്ടാൾക്കാർ കാണാൻ. കാക്ക, എന്നെ മനസ്സിലായി ഞങ്ങൾക്ക്? നിങ്ങൾ അങ്ങനെ മറക്കാൻ പറ്റില്ല. ഓർമ്മ ഉണ്ട്, നല്ല ഓർമ്മ ഉണ്ട്. നിങ്ങളെ മുഖം ഞാൻ മറക്കൂല. നിൻ്റെ അടുത്ത് പറ്റിപ്പോയ സംഭവങ്ങൾക്കൊക്കെ നേരിട്ട് കണ്ട് മാപ്പ് പറയാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ. പിന്നെ കാക്ക, നിങ്ങളാ പരാതി കൊടുത്തതിൻ്റെ ശേഷം എൻ്റെ ജോലിയൊക്കെ പോയി. നിങ്ങളാ പരാതി പിൻവലിച്ചതിന് ശേഷം എനിക്ക് ജോലി കയറാൻ പറ്റുള്ളൂ. എൻ്റെ കാര്യമൊക്കെ കഷ്ടത്തിലാണ്. കാക്ക, നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം. സഹായിക്കേ? ഞാനോ ഇതിൻ്റെ അവസ്ഥ പറ്റാം. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? നിങ്ങൾ എന്നെ ആ ബസ് എന്താന്ന് ഇറക്കി വിട്ടേ? അത്ര ആളെ മുമ്പ് ഒന്ന് ഒരു പട്ടിൻ്റെ വില പോലും നിങ്ങൾ തരാതെ എന്നെ ഇന്ന് ഇറക്കി വിട്ട്. എന്ത് കാര്യത്തിന്? ഞാൻ എൻ്റെ ബാക്കി പൈസ ചോദിച്ചേനോ? അതിനാനോ? നിങ്ങൾക്ക് ആ ബാക്കി പൈസ ഒന്നും ഇല്ലേ കാര്യം, പക്ഷെ എനിക്ക് ആ ബാക്കി പൈസ ഒരു വില ഉണ്ട്. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. അതിനാണ് നിങ്ങൾ അത്ര ആളെ മുമ്പ് നാട്ടി ഇറക്കിയാൽ വേണ്ടി നിന്ന് ഇറക്കി വിട്ട്. എങ്ങനെയെങ്കിലും പിൻവലിച്ചാൽ എനിക്ക് എങ്ങനെയല്ല ജോലി കയറാൻ പറ്റുള്ളൂ. ഹലോ. ഞാൻ ഇവിടെ അത്യാവശ്യം വന്നു. എന്താ വിളിച്ചേ? തരൂല പറഞ്ഞോ? എന്താ ചെയ്യുക? ഞാൻ സലാമാക്കാൻ്റെ കടയിൽ നിന്ന് വാങ്ങിക്കോ. ഞാൻ വന്നിട്ട് എങ്ങനെ കൊടുത്തോളാം പൈസ. പിന്നെ ഞാൻ എവിടെന്നെങ്കിലും ഒരു 500 രൂപ കിട്ടുമോ നോക്കട്ടെ കേട്ടോ. ഈ തൽക്കാലം പിന്നെ അവിടെ നിന്ന് വാങ്ങിപ്പോയിക്കോ, പൈസ ഞാൻ കൊടുത്തോളാം കേട്ടോ. എന്നാൽ ഇവിടെ ഞാൻ വിളിക്കട്ടോ. എന്നാൽ ശരി, വന്നാൽ ഞാൻ പോട്ടെ. എന്നാലേ ഓലി എന്നാലത്തെ ബാക്കി പൈസയോടെ നിങ്ങൾ തന്നിട്ടില്ല, അത് തന്നിട്ട് പോയിക്കോളി. പൈസ എന്നാ ഞാൻ പോട്ടെ. പിന്നെ ഞങ്ങളെ പണി കളയാൻ വേണ്ടി ചെയ്തൊന്നുമില്ല. ഉദ്യോഗസ്ഥന്മാരോട് ഒരു വാണിംഗ് തരണമെന്ന് എൻ്റെ ഉദ്ദേശമുള്ളൂ. അങ്ങനെ എന്താവുമെന്ന് ഞാനും വിചാരിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾ എന്നോടും പൊരുത്തപ്പെട്ടളി. പിന്നെ നിങ്ങൾ പോലെ ബാബു, നമ്മളിപ്പോ ഔത്ത് കൊണ്ടുവച്ചാ കീസ് കിട്ടുക സാധനത്തിന്റെ കീസ്. അതൊന്നും മാണ്ടില്ലേ? അല്ല, അതൊന്നും വേണ്ടായിട്ടോ. ഞാൻ കാരണം ഞങ്ങൾക്ക് ജോലിയിൽ കയറാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഞാൻ പരാതി പിൻവലിച്ചോളാം. വൈകാതെ ഞങ്ങൾക്ക് ജോലിയിലൊക്കെ കയറാം കേട്ടോ.